മിക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇത് പ്രമാണിച്ച് നമുക്കൊന്ന് അതുവരെ പോകണം. മിക്കു ആക്ച്വലി എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകനാണ്. അവൻ്റെ ഒട്ടുമിക്ക ബർത്ത്ഡേക്കും ഞാൻ നാട്ടിലുണ്ടാവാറില്ല. ഇത്തവണ ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഒന്ന് അതുവരെ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അവനൊന്ന് സർപ്രൈസ് ആയിക്കോട്ടെ എന്നുള്ള കാര്യം. സാധാരണ അവൻ്റെ ബർത്ത്ഡേ ആവാനാവുന്ന സമയത്ത് അവൻ്റെ ഒരു കോൾ എനിക്ക് പതിവാണ്, ഒരു റിമൈൻഡർ കോൾ പോലെ. ഹലോ അഞ്ചു ചേച്ചി, മിക്കുവാണേ സംസാരിക്കുന്നത്, എൻ്റെ ബർത്ത്ഡേ ആവാനായി, ചേച്ചി നാട്ടിലുണ്ടാവുമോ, വരുമോ, ഗിഫ്റ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, കേക്ക് കട്ടിങ് ഉണ്ട്, എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം. പറ്റാറേ ഇല്ല. ആ ഒരു വിഷമം നമ്മൾ ഇത്തവണ തീർത്തു. എന്നിട്ട് നമ്മൾ വലിയ അമ്മൂമ്മയുടെ വീട്ടിലും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്താണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് ഇതാണ്, സൈക്കിൾ ഓടിച്ച് അവിടുത്തെ മുറ്റത്തും തൊടിയിലും തോപ്പിലും ഒക്കെ നടക്കുക എന്നുള്ള കാര്യം. ഉച്ചയൂണിനോട് അടുപ്പിച്ച് അവിടെ പോയതുകൊണ്ട് കൂടുതൽ ക്ലിപ്സൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് മേമ ഈസ് മേക്കിംഗ് ബിരിയാണി ആൻഡ് വെയിറ്റിംഗ് ഫോർ അസ് ടു ഈറ്റ് എന്നുള്ളതാണ് കാര്യം. ഇത്തവണ മേമ ഉണ്ടാക്കിയ ബിരിയാണിക്ക് 100ൽ 100 കൊടുത്തേ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേമ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ബിരിയാണി ഒരുപാട് കാലത്തിന് ശേഷമാണ് കഴിക്കുന്നതും അതിന് ഇത്രയും ടേസ്റ്റ് കൂടിയോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും. സാധാരണ അവിടുന്ന് ബിരിയാണി ഉണ്ടാക്കണ നേരത്തെ എപ്പോഴും വലിച്ചിൻ്റെ ഒരു പ്രസൻസും ഒരു പൊടിക്കൈയും ഒക്കെ അവിടെ ഉണ്ടാവുന്നതാണ്. ഇത്തവണ അങ്ങനെയല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, അമ്മൂമ്മയുടെ വീട്ടിൽ നമ്മൾ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ പോവാറുള്ളൂ. ആ വിശേഷപ്പെട്ട ദിവസങ്ങളിലാണെങ്കിൽ മേമയുടെ അല്ലെങ്കിൽ വല്ലിച്ചൻ്റെ ഒരു ബിരിയാണി ഓർ നെയ്ച്ചോർ ഓർ ബിരിയാണി, ഇതായിരിക്കും നമ്മുടെ മെനു ലിസ്റ്റിൽ. സദ്യയൊന്നും അവിടെ ഉണ്ടാവുന്നതേ അല്ല. അത് പിന്നെ നമ്മുടെ ഈ മലപ്പുറം സൈഡിലേക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, വിശേഷം ഏതുമാവട്ടെ ബിരിയാണിയാണല്ലോ മെയിൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് നേരെ ഒരു എക്സിബിഷന് പോയി, ബൊട്ടാണിക്കൽ ഗാർഡനിൽ. ഇത് വളരെ റയറായിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് കയറാൻ വേണ്ടി ഓപ്പൺ ചെയ്യാറുള്ളൂ. വർഷത്തിൽ 1-2 തവണ കേട്ടോ. 1971 ബൊട്ടാണിക്കൽ പഠന വകുപ്പിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ BK നായർ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, കാരണം നമുക്ക് ഇന്ന് ഇത് അവിടെ പോയിട്ട് കാണാനൊക്കെ പറ്റി. കാരണം റയറായിട്ടുള്ള ഒരുപാട് സസ്യങ്ങളും ചെടികളും ഉണ്ട്. ഇതാണ് എലിഫൻ്റ് ആപ്പിൾ, അതിൻ്റെ ഫ്രൂട്ടാണിത്. അതിൻ്റെ മെയിൽ ഫ്ലവറാണ് കേട്ടോ. അതിൽ ഫീമെയിൽ ഫ്ലവറിൽ ഒരു ശിവലിംഗത്തിനെ പോലെ ഒരു സംഭവം ഉണ്ടാവും. നമ്മുടെ ശിവപൂജയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. നാഗലിംഗ പുഷ്പം എന്നാണ് അതിന് പറയാറ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ആ എലിഫൻ്റ് ആപ്പിൾ കഴിക്കണം, എന്നിട്ട് ആനപ്പിണ്ടത്തിലൂടെ മാത്രമേ ആ മരം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു വലിയ നീണ്ടു നിൽക്കണ ഈ കാട് കൂടെ ഇങ്ങനെ നടക്കുക, അത് തന്നെ പരിപാടി. കുറേ നടന്ന് നമ്മൾ പിന്നെ പുറത്തെത്തുകയാണ്. എന്നിട്ടും നമ്മൾ അവിടെ മൊത്തം കവറപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. ഇനിയും കുറേ കാണാനുണ്ട്. പിന്നെ ഒരുപാട് വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ നടക്കുന്നതും പോണതൊക്കെ കണ്ട് നിങ്ങൾ പിന്നെ എന്നെ എന്തെങ്കിലും പറയുമെന്ന് വെച്ചിട്ട് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചുരുക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്. നമ്മൾ കണ്ടതും കാണാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന സംഭവങ്ങൾ അവിടെ കാണാനുണ്ട്. പിന്നെ ആനത്താമര ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ശക്തമായിട്ടുള്ള ഇല, എന്ത് വെച്ചാലും താഴ്ന്നു പോവാത്ത ഒരു ഇല. അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. എന്നിട്ട് നേരെ വീട്ടിൽ പോയി. അത്രയേ ഉള്ളൂ ഇന്ന്.